ശ്രീ പി വി അൻവർ, താങ്കൾ പറയുന്നത് സാധാരണ സഖാക്കളെയാണ് താങ്കൾ അഡ്രസ് ചെയ്തതെന്ന് താങ്കൾ ആവർത്തിച്ചു പറയുകയാണ്. സാധാരണ പ്രവർത്തകരുടെ ശബ്ദമാണ്, അവർക്ക് ചോദിക്കാൻ പറ്റാത്തത് താങ്കൾ ചോദിക്കുന്നു എന്ന്. നോക്കൂ, പാർട്ടിക്ക് താങ്കളോട് സമീപനം മാറി, താങ്കളോടുള്ള ഭാഷ മാറിയിരിക്കുന്നു. താങ്കൾ കള്ളക്കടത്തുകാർക്ക് വേണ്ടി സംസാരിക്കുന്നു. താങ്കളെ താൻ എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ് എം സ്വരാജ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. താങ്കൾക്ക് അന്വേഷണമല്ല വേണ്ടത്, നടപടിയല്ല വേണ്ടത്, താങ്കൾ കള്ളക്കടത്തുകാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന ഭാഷയിൽ താൻ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ പാർട്ടി സെക്രട്ടറി രോഷത്തോടുകൂടി പ്രതികരിക്കുന്നുണ്ട് താങ്കൾക്കെതിരെ. താങ്കൾ പറയുന്ന സഖാക്കൾ എന്ന് പറയുമ്പോൾ താഴെ തട്ടിൽ ബ്രാഞ്ച് കമ്മിറ്റി താങ്കളുടെ വീടിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പടം വെച്ച് ഈ പാർട്ടി വേറെയാണ്, ഇത് പാർട്ടി വേറെയാണ് എന്ന് താങ്കളെ ബോധ്യപ്പെടുത്തുന്നു. താങ്കൾക്ക് ഉണ്ട് എന്ന് കരുതിയ പിന്തുണ നഷ്ടപ്പെടില്ലേ? പാർട്ടിയെ പൂർണ്ണമായും വെല്ലുവിളിച്ചാൽ, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അണികൾ, സഖാക്കൾ താങ്കൾക്കൊപ്പം നിൽക്കുക? ശ്രീ പി വി അൻവർ, അതൊക്കെ വളരെ തമാശയാണ്. ഇപ്പോൾ ബോർഡ് വെച്ച കാര്യം പറഞ്ഞല്ലോ, ഇവിടെ റിപ്പോർട്ടർ അഷ്കറൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ബോർഡ് വെച്ചിരിക്കുന്നത് എൻ്റെ സ്ഥലത്താണ്, ഞാനാ പെർമിറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം അവിടെ റോഡിൽ വെക്കാൻ സ്ഥലമില്ല, വീടിന് മുമ്പ് തന്നെ വെക്കണമല്ലോ. അപ്പോൾ അവിടെ റോഡ് വളരെ വീതി കുറവാണ്. അപ്പോൾ അവിടെ വെക്കട്ടെ എന്ന് ചോദിച്ചു, വെച്ചോ എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങോട്ട് വിമർശിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങോട്ട് വിമർശിക്കാനുള്ള അവകാശം ഇവിടുത്തെ പ്രിയപ്പെട്ട സഖാക്കൾക്കില്ലേ? അത്രയേ ഉള്ളൂ ആ കാര്യങ്ങൾ. പിന്നെന്താ, വേറെന്താ പറഞ്ഞത്? അല്ലല്ല, പാർട്ടി സഖാക്കൾ നേതാക്കളുടെ സ്വഭാവം അറിയും. താങ്കളെ താൻ എന്നാണ് എം സ്വരാജ് അഭിസംബോധന ചെയ്യുന്നത്. ഇന്നലെ കെ അനിൽകുമാർ പ്രതികരിക്കുമ്പോൾ പി വി അൻവർ വന്ന് ഛർദ്ദിക്കുന്നതെടുത്ത് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു. താങ്കളെ എത്ര വേഗമാണ് തള്ളിക്കളഞ്ഞത്. താങ്കൾ ആ നിലയ്ക്കിലേക്ക് മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയും വിമർശിച്ചു കഴിഞ്ഞപ്പോഴേക്കും പാർട്ടി പൂർണ്ണമായും തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, താങ്കൾക്കെതിരെയാണ്. അപ്പോൾ ഇനി പറയുന്ന സഖാക്കളുടെ പിന്തുണ താങ്കൾക്കുണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്വരാജിനെ താൻ എന്ന് വിളിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഏകദേശം സമകാലികരാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് വിളിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ ഞാൻ ഛർദ്ദിച്ചത് പത്രക്കാരെടുത്ത് വിഴുങ്ങുന്നു എന്ന് അനിൽകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഞാൻ ഛർദ്ദിച്ചത് എന്താ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം, പാർട്ടിയുടെ പ്രവർത്തകർക്കറിയാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഛർദ്ദിച്ചതാണോ അതല്ല നല്ല ചിക്കൻ ബിരിയാണിയാണോ എന്നുള്ളത് ജനങ്ങളും പാർട്ടി പ്രവർത്തകരും തീരുമാനിക്കും. അനിൽകുമാറൊക്കെ ആ കസേരയിൽ അങ്ങനെ പറഞ്ഞ പോലെ പറയട്ടെ, അത് കുഴപ്പമില്ല. ശ്രീ പി വി അൻവർ, ഞാൻ അങ്ങയോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. എനിക്ക് കാര്യങ്ങൾ കുറച്ച് വ്യക്തത വരുത്താനാണ്. അങ്ങ് നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്തെന്നാണ് ഞാൻ തുടങ്ങുന്നത്. BJPയുമായി മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും വ്യക്തിപരമായ കൊടുക്കൽ വാങ്ങലുകളുണ്ട് എന്നതിന് പച്ചയായ തെളിവില്ല, വ്യക്തമായ തെളിവ് താങ്കളുടെ കൈകളിലില്ല. പക്ഷെ താങ്കൾ ഇന്നലെ സംശയത്തിൻ്റെ പുകമറയിൽ മുഖ്യമന്ത്രിയെ നിർത്തിയപ്പോൾ ഇന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇന്നൊരു കേരളത്തിലെ പ്രമുഖ മാധ്യമം തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മകളെ രക്ഷിക്കാൻ BJP ബന്ധം എന്നാണ്. ഞാനിന്നലെ തുടർച്ചയായി അങ്ങയുടെ പത്രസമ്മേളനം കേൾക്കുമ്പോൾ ഒരിടത്തും താങ്കൾ വീണാ വിജയൻ എന്ന് പറയുന്നില്ല, പക്ഷേ മുഹമ്മദ് റിയാസിൽ താങ്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെയുണ്ട് രണ്ടാമത്തെ ചോദ്യവും. താങ്കൾ വീണാ വിജയനെ ഉദ്ദേശിച്ച് വീണാ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാനിപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പൂരം കലക്കി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 2, എന്തുകൊണ്ട് അങ്ങ് മുഹമ്മദ് റിയാസിനെ ഉന്നം വയ്ക്കുന്നു? അല്ല, പൂരം കലക്കിയതും പൂരം കലക്കിച്ചതും വളരെ വ്യക്തമാണ്. ഇനി നമ്മളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ? അതിൻ്റെ മുകളിലൊരു അന്വേഷണം നടത്തി അന്വേഷണ പ്രഹസനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇത് വളരെ 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 വ്യക്തമായി നിൽക്കുകയാണ്. ഈ ചർച്ചകളൊക്കെ എവിടെയാണ് വരുന്നത്? ഈ സംശയങ്ങളൊക്കെ ഈ കേരള ജനതയുടെ മുന്നിൽ ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ആഭ്യന്തര വകുപ്പിനല്ലേ? ഈ ചങ്ങാതിയെ അന്ന് സസ്പെൻഡ് ചെയ്യണ്ടേ? എത്ര കാര്യങ്ങൾ. ഇപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ഉന്നയിച്ച കള്ളക്കടത്തായാലും മറ്റു കാര്യങ്ങളായാലും റിദാൻവധമായാലും മാമി കേസായാലും അവിടെ നിൽക്കട്ടെ. ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനത്തിൻ്റെ റെക്കോർഡുകൾ ആ ആധാരം ഡയറക്റ്റ് കൊടുക്കുകയാണ്. 33.5 ലക്ഷം രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു, ഒരു പൈസ ചെക്കായി കൊടുത്തിട്ടില്ല, റിസീവ്ഡ് ആസ് ക്യാഷ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് 65 ലക്ഷത്തിന് വിൽക്കുന്നു, റിസീവ്ഡ് ആസ് ക്യാഷ്. കേരളത്തിൽ നടക്കുമോ? കേരളത്തിൽ എന്താണിത്? ഏത് നിയമമാണിത്? അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു ADGP ആ പേപ്പറുകൾ മാത്രം, ഈ പറയുന്ന വീടുണ്ടാക്കുന്ന പ്രോപ്പർട്ടി 4-5 ഡോക്യുമെന്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് നടപടി എടുക്കുക DGPക്ക്. അപ്പോൾ എന്താ ചെയ്തത്? അത് ക്ലിയർ കട്ട് എവിഡൻസ് ആണ്, ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ടതാണ്.
അതിനെ നീട്ടി 6 മാസം സമയം കൊടുത്ത് വിജിലൻസിന്. പ്രഥമ ദൃഷ്ട്യാ ഒരു റിപ്പോർട്ട് കൊടുത്ത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തോ. അപ്പം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ഇദ്ദേഹത്തെ സംരക്ഷിക്കണം? ആരാണ് ഈ അജിത് കുമാർ ഈ പാർട്ടിയുടെ? എന്ത് കാര്യമുണ്ട് അദ്ദേഹത്തെ ഈ കോലത്തിൽ പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും മുൾമുനയിൽ നിർത്തി ഈ മനുഷ്യരുടെ മനസ്സിൽ മുഴുവൻ ഈ പറയുന്ന സംശയം ഉയർത്തിയിട്ട് ഈ മുൾമുനയിൽ നിന്നിട്ട് PV അൻവറിൻ്റെ നെഞ്ചത്തേക്ക് കയറിയിട്ട് കാര്യമില്ല. അവിടെയാണ് ഇതിൻ്റെ വിഷയം. ഇത് പറയേണ്ടവർ പറയണം, നടപടിയെടുക്കേണ്ടവർ നടപടിയെടുക്കണം. ആ നടപടിയെടുക്കാത്തതിൻ്റെ പേരിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഇപ്പം എനിക്കെതിരെ പറയുന്നവരുടെ മനസ്സിലും എന്താ, അത് ശരിയായില്ല, അജിത് കുമാറിന് ഇതിന് പങ്കുണ്ട്, ആ നിലപാട് ശരിയല്ല. പക്ഷെ അവർക്കത് പറയാനുള്ള ശേഷിയില്ല, പറയാനുള്ള ആർജവമില്ല, സാഹചര്യം അവർക്ക് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിവിട്ട് സംരക്ഷിക്കുന്നത് കൊണ്ട് പിണറായി വിജയന് BJP ബന്ധമുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം, അതും മകൾക്ക് വേണ്ടി. അല്ല, അതൊക്കെ നിങ്ങൾ ചോദിച്ചോ, ഇത് അരുണാണെന്ന് തോന്നുന്നു. അതെ, അരുണ, നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തോന്നിക്കോട്ടെ. വെറുതെ ഇതിങ്ങനെ വളച്ച് തിരിച്ചിട്ട് കാര്യമില്ലല്ലോ അരുൺ. ഇതൊരു പ്രപഞ്ച സത്യമല്ല അരുൺ. എന്തിന് ഈ ADGPയെ ഇങ്ങനെ കെട്ടിപ്പുണരുന്നു? ആരാണ് അദ്ദേഹം? ഉത്തരവാദിത്വത്തോടുകൂടി പറയുകയാണ് ശ്രീ PV അൻവർ, ADGP MR അജിത് കുമാറിനെ ഇത്രയും അധികം വിവാദങ്ങൾ ഉണ്ടായിട്ടും അഴിമതിയുടെ കറ പുരണ്ടു എന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടിട്ടും നിലനിർത്തുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ വ്യക്തിപരമായ അന്വേഷണത്തിൽ ഇടപെട്ടതിൻ്റെ ഒരു പ്രത്യുപകാരമായിട്ടാണെന്ന് അങ്ങ് പറയുന്നു. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചോദിച്ചത്. ഞാൻ അങ്ങനെ പറയുന്നില്ല, അത് സ്ട്രെയിറ്റ് ചോദ്യമാണ്. ഞാൻ അങ്ങനെ പച്ചയായിട്ട് അത് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയാണ് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിനെ തൊടാൻ പ്രയാസമുണ്ട്. അജിത് കുമാറിനെ തൊട്ടാലും ശശിയെ തൊട്ടാലും പല കാര്യങ്ങളും പുറത്തു വരും, മുഖ്യമന്ത്രി അപകടത്തിലാകും എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യല്ലേ? അല്ല, എന്ന് വെച്ചാൽ സംരക്ഷിക്കുന്നു എന്നത് മാത്രമാണ്, അതല്ലാതെ മറ്റു തെളിവുകൾ മുഖ്യമന്ത്രിയും BJPയും തമ്മിലുള്ള ബന്ധത്തിനില്ല. അതെ അതെ, മറ്റു വ്യക്തിപരമായ ഏതെങ്കിലും ഒത്തുതീർപ്പുകൾക്ക് മുഖ്യമന്ത്രി വഴങ്ങി എന്നതിന്റെ തെളിവുകളും താങ്കളുടെ കൈകളിലില്ല. ഇല്ല, ഒരു തെളിവുമില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ,